ഇന്നത്തെ ക്ലാസ്സിൽ ഒരു എംപ്ലോയി ഡാറ്റ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുകയാണ്. അതിനുശേഷം ഈ ഡാറ്റ സ്ട്രക്ചർ, ഈ ഡിഫൈൻ ചെയ്ത സ്ട്രക്ചറിൽ നിന്ന് ഒരു EMP എന്ന് പറഞ്ഞ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നു. ഈ ഡാറ്റ സ്ട്രക്ചറിലുള്ള ഈ വാല്യൂസ് എല്ലാം ഇൻപുട്ട് ചെയ്യുന്നു. പിന്നെ ടോട്ടൽ സാലറി കാണുന്നു. അപ്പോൾ ടോട്ടൽ സാലറി കാണാമെന്ന് വെച്ചാൽ പെർമനൻ്റ് എംപ്ലോയി ആണെങ്കിൽ പെർമനൻ്റ് എംപ്ലോയീസിന് മാത്രം DA HRA ഉണ്ട്. DA എന്ന് പറഞ്ഞാൽ 0.75 75% ബേസിക് പേ, HR 10% ബേസിക് പേ. അത് രണ്ടും പെർമനൻ്റ് എംപ്ലോയീസിന് ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ, യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഒരു മോഡലാണ്, ഒരു ഡാറ്റ ടൈപ്പാണ്. കാർ ഇൻ്റെ ഫ്ലോട്ട് പോലെ യൂസറുടെ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ്. അപ്പോൾ ആ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ സ്ട്രക്ട് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക. പേര് എംപ്ലോയി എന്ന് യൂസർ ഇട്ട പേരാണ് എംപ്ലോയി. ദെൻ കേളി ബ്രാക്കറ്റിനുള്ളിൽ മെമ്പർ വേരിയബിൾസ്, ഡാറ്റ ടൈപ്പ് ആൻഡ് മെമ്പർ വേരിയബിൾസ് എഴുതുക. ഇൻറ്റീജർ ടൈപ്പ് ID, കാർ നെയിം, ഒരു അറേ വേരിയബിൾ. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറുള്ളൂ, അതുകൊണ്ട് നമ്മൾ സൈസ് കൊടുത്തില്ല. ബേസിക് പേ, ഫ്ലോട്ട് ടൈപ്പ്. അപ്പോൾ ഈ മോഡലാണ് യൂസർ ഡിഫൈൻ ചെയ്ത് വെച്ചുള്ള. ഈ മോഡലിൽ നിന്ന് ഇനി ഒരു വേരിയബിളിനെ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഈ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ്റെ ഉള്ളിൽ സെമിക്കോളൻ, ഈ ഡെഫിനിഷൻ അവസാനിക്കുമ്പോഴാണ് സെമിക്കോളൻ ഇടുന്നത്. ഇതിനുള്ളിലായിട്ട് സെമിക്കോളിന് മുന്നായിട്ട് നമുക്ക് EMP എന്ന് കൊടുത്താൽ ഈ എംപ്ലോയി എന്നൊരു EMP എന്ന് പറഞ്ഞ വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ആവുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് EMP എന്ന് കൊടുത്താൽ മതി. ഞാനിവിടെ ഡെഫിനിഷൻ ഔട്ട്സൈഡിൽ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫുൾ നെയിം കൊടുക്കണം. ദാറ്റ് ഈസ് ഏത് സ്ട്രക്ചറിലെ വേരിയബിളാണ്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഒരു പല സ്കൂളിലെ കുട്ടികളുണ്ട്, അപ്പം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾ, കൊമേഴ്സിലെ കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിനുള്ളിൽ വെച്ചിട്ട് ഇപ്പം നമ്മൾ ആൻ്റണി എന്ന് പറഞ്ഞൊരു കുട്ടി കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ് റൂമിലുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ് റൂമിൽ കയറിയിട്ട് ആൻ്റണി, കമ്പ്യൂട്ടർ സയൻസിലെ ആൻ്റണി എന്ന് പറയില്ല. അതേസമയം ക്ലാസ്സിന് പുറത്താണെങ്കിൽ നമ്മൾ പറയും ഇത് കമ്പ്യൂട്ടർ സയൻസിലെ ആൻ്റണിയാണ്, ഹ്യൂമാനിറ്റീസിലെ ആൻ്റണിയാണ് എന്നൊക്കെ പറയാം. എന്നുവെച്ചാൽ അതിന് ഔട്ട്സൈഡിൽ പറയുമ്പോൾ നമ്മൾ ഫുൾ നെയിം പറയണം. അതുപോലെ തന്നെയാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫുൾ നെയിം പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ പേര് പറഞ്ഞാൽ മതി. അതേസമയം ഔട്ട്സൈഡിലാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫുൾ നെയിം, ഏത് സ്ട്രക്റ്റിൽ എംപ്ലോയി എന്ന് പറഞ്ഞ സ്ട്രക്ചറിലെ EMP ആണെന്ന് പറയണം. അതാണ് സ്ട്രക്ട് എംപ്ലോയി EMP എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി പോലെ, ഈ മോഡലിൻ്റെ ഒരു കോപ്പി എടുത്ത പോലെ ഒരു വേരിയബിൾ അവിടെ മെമ്മറിയിലേക്ക് ക്രിയേറ്റ് ആവുന്നു. ഇതുപോലെ അതിനെന്തൊക്കെയുണ്ടോ, നമ്മുടെ ഈ എംപ്ലോയിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ EMPയിലുണ്ടാവും. അതിൻ്റെ എൻ്റെ കയ്യിലൊരു ഫോമുണ്ട്, ആ ഫോമിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് തന്നാൽ എൻ്റെ ഫോമിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് തന്ന ആ ഫോട്ടോ കോപ്പിയിലുണ്ടാവും. അപ്പോൾ EMP എന്ന് വേറിട്ടൊരു കോപ്പിയിലാണ് ഇതുള്ളത്. ഇനി നമുക്ക് ഇതിന് വാല്യൂസ് കൊടുക്കണം. ഈ വേരിയബിൾസിനെല്ലാം വാല്യൂ അസൈൻ ചെയ്യണം. വാല്യൂ അസൈൻ ചെയ്യാനായിട്ട് നമ്മൾ എൻ്റർ ID എന്ന് കൊടുക്കും. പ്രിൻ്റപ്പിൽ ID എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ സ്കാൻഎഫ് ഫംഗ്ഷൻ സാധാരണ പോലെ തന്നെ പെർസെൻറ്റേജ് ഇൻറ്റീജർ ആയതുകൊണ്ട് അഡ്രസ് ഓഫ് EMPയിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ID അസൈൻ ചെയ്യുന്നു. ഈ നെയിമിന് മാത്രം അഡ്രസ്സ് വേണ്ട, കാരണം നെയിം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അറേയാണ്. അപ്പോൾ ഈ അറേയുടെ പേരെന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു പോയിൻ്റർ വേരിയബിളാണ്, അതിൽ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് EMP.name എന്ന് പറഞ്ഞാൽ മതി. ദെൻ സ്റ്റാറ്റസ്, ഇപ്പോൾ പെർമനൻ്റ് ആണെങ്കിൽ ഞാൻ P എന്ന് കൊടുത്തു. അതിനുശേഷം ദെൻ ബേസിക് എത്ര കൊടുത്തു, അസൈൻ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ സാലറി കാണാൻ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, കാൽക്കുലേറ്റ് EMP. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എവിടെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യും. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഈ EMPയിൽ എവിടേക്ക് ജമ്പ് ചെയ്യുന്നു? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുന്നു. ഇവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ആകും. എന്ന് പറയുന്ന വേരിയബിളിൽ ഇതിൻ്റെ ഒരു കോപ്പിയാണ് ഇവിടേക്ക് അയച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞ വേരിയബിളിൽ നമ്മളിപ്പോൾ ഇവിടെ അയച്ചതിൻ്റെ ഒരു കോപ്പി, ഇവിടേക്ക് അതിൻ്റെ ഒരു കോപ്പി ഇവിടേക്ക് ചെല്ലുന്നു. ഇവിടെ ഇതുപോലെ തന്നെ ID, നെയിം ഇതൊക്കെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ടോട്ടൽ സാലറി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആവണം, ടോട്ടൽ സാലറി. അതിനുശേഷം ടോട്ടൽ സാലറിയിലേക്ക് ഈ ബേസിക് പേ എത്രയെന്ന് വെച്ചാൽ അത് ടോട്ടൽ സാലറിയിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പോൾ ബേസിക് പേ 40,000 ആയിരുന്നു, അത് ഇതിലേക്ക് അതിൻ്റെ ഒരു കോപ്പി ഇവിടേക്ക് അസൈൻ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ടോട്ടൽ സാലറി ഇവിടേക്ക് അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ 40,000 ആണെങ്കിൽ 40,000
ഇതിലേക്ക് അസൈൻ ചെയ്യുന്നു. ഈ നമ്മുടെ ടോട്ടൽ സാലറി ബേസിക് പേയിലേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം അടുത്തത് ഈ ഡോട്ട് സ്റ്റാറ്റസ് നോക്കും. പി ആണെങ്കിൽ ഡി എ എന്നുള്ളത് 75% ഡി എ, ഈ ബേസിക് പേര് 70% ഡി എ കിട്ടുന്ന എച്ച് ആർ ഇതുപോലെ ചെയ്യുന്നു. ടോട്ടൽ സാലറി, ഈ ടോട്ടൽ സാലറി കൂടെ ഡി എം പ്ലസ് എച്ച് ആർ എയും കൂടി ആഡ് ചെയ്തായിരിക്കും ഇനി ടോട്ടൽ സാലറിയിൽ വരുന്നത്. അപ്പോൾ ടോട്ടൽ സാലറിയിൽ ഇപ്പോൾ ഇതെല്ലാം കൂടെ 74,000 ആണെങ്കിൽ അതവിടേക്ക് അസൈൻ ചെയ്യുന്നു. ഈ വാല്യൂ ഇവിടേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം റിട്ടേൺ ടോട്ടൽ സാലറി. അപ്പോൾ ഇത് പെർമനൻ്റ് ആയവർക്കാണ് ഇത്ര വരെ, അല്ലാത്തവർക്ക് ടോട്ടൽ സാലറി ബേസിക് സാലറി തന്നെയായിരിക്കും, ബേസിക് പേ തന്നെയായിരിക്കും. തിരിച്ച് ഫംഗ്ഷനിൽ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ എവിടേക്ക് എക്സിക്യൂഷൻ തിരിച്ച് പോകും? എക്സിക്യൂഷൻ തിരിച്ച് എവിടെ നിന്നാണോ ഫംഗ്ഷനെ കോൾ ചെയ്ത് അവിടേക്ക് ജമ്പ് ചെയ്യും. എന്നിട്ട് അപ്പോൾ എന്തെങ്കിലും റിട്ടേൺ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഏതാണ്? ഈ 74,000 എന്നുള്ള വാല്യൂ ഇവിടേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് ടോട്ടൽ സാലറി എന്ന് പറഞ്ഞ് ഇവിടെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഉണ്ട്, ടോട്ടൽ സാലറി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിലേക്ക് ഈ 74,000 അസൈൻ ചെയ്യുന്നു. അപ്പോൾ 74,000 ഇവിടേക്ക് അസൈൻ ചെയ്യുന്നു. ഇവിടേക്ക് അസൈൻ ചെയ്യുന്നു. ഇതിവിടേക്ക് അസൈൻ 74,000 ഇതിലേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ടോട്ടൽ സാലറിയിൽ വരുന്നു പ്രിൻ്റ് എഫ്. നമുക്ക് പ്രിൻ്റ് ചെയ്യാം നെയ്യും, പെർസെൻറ്റേജ്, ബേസിക് പെർസെൻറ്റേജ്, ടോട്ടൽ സാലറി, ഇതെല്ലാം ഇത് വീണ്ടും നമുക്ക് അപ്പോൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ നെയ്യും പെർസെൻറ്റേജ്, ഈ പെർസെൻറ്റേജ് റീപ്ലേസ്ഡ് ബൈ ഇ എം പി ഡോട്ട് നെയ്യും. ബേസിക് പെർസെൻറ്റേജ് റീപ്ലേസ്ഡ് ബൈ ഇ എം പി ഡോട്ട് ബേസിക്. ടോട്ടൽ സാലറി പെർസെൻറ്റേജ്, അത് ഇ എം പി വേണ്ട, കാരണം ഇ എം പിയിൽ നമ്മൾ ടോട്ടൽ സാലറി ഇല്ല. ഇതിലെ ഈ വേരിയബിൾസിലെ മെമ്പേഴ്സിൽ ടോട്ടൽ സാലറി ഡിക്ലെയർ ചെയ്തില്ലാത്തതുകൊണ്ട് ഇത് പുറത്താണ്, മെയിൻ ഫംഗ്ഷന് ഉള്ളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്താണ്. അതുകൊണ്ട് ജസ്റ്റ് ടോട്ടൽ സാലറി എന്ന് എഴുതിയാൽ മതി. ഇ എം പി എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിന് ടോട്ടൽ സാലറി ഇല്ലാത്തതുകൊണ്ട് ഇ എം പി ഡോട്ട് ഐ ഡി പറയാം, ഇ എം പി ഡോട്ട് നെയിം പറയാം, ഇ എം പി ഡോട്ട് സ്റ്റാറ്റസ് ഉണ്ട്, ഇ എം പി ഡോട്ട് ബേസിക് പേ ഉണ്ട്. പക്ഷേ ടോട്ടൽ സാലറി വേറെ ആയതുകൊണ്ട് നമ്മൾ ടോട്ടൽ സാലറി എഴുതുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്ട്രക്ചറിലേക്ക് കോൾ ചെയ്ത് നമ്മൾ അഡ്രസ്സാണ്. അഡ്രസ്സ് ആകുമ്പോൾ നമുക്ക് അഡ്രസ്സ് അയക്കുമ്പോൾ ആ മെമ്മറിയിലോട്ട് നമ്മളിത് വരുത്തുന്ന മാറ്റങ്ങൾ ഇതിലേക്ക് വരും, മാറ്റങ്ങൾ ഇവിടേക്ക് വരും. പക്ഷേ നമ്മൾ ഒരു കോപ്പിയാണ് ഇവിടെ സെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒറിജിനൽ വാല്യൂലുള്ള ഇതിനെ ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്താൽ ഇതിൻ്റെ ഒരു കോപ്പിയാണ് ഫംഗ്ഷനിലേക്ക് അയച്ചത്. അപ്പോൾ നമ്മൾ ടോട്ടൽ സാലറി ഇങ്ങനെ എഴുതാം. ഇതാണ് പ്രോഗ്രാം. അപ്പോൾ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഇങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്യുന്നതും എങ്ങനെയൊക്കെ നമുക്ക് ഫംഗ്ഷനിലേക്ക് വാല്യൂസ് അയക്കാം, ബൈ വാല്യൂ ആയിട്ട് അയക്കാം, ബൈ റഫ് ആയിട്ട് അയക്കാം. ഇവിടെ ബൈ വാല്യൂ ആയിട്ടാണ്, അതിൻ്റെ വേരിയബിളിൻ്റെ കോപ്പിയാണ് അവിടേക്ക് സെൻഡ് ചെയ്തത്. അപ്പോൾ ബൈ വാല്യൂ ബൈ റഫ് വ്യത്യാസം എക്സാമിന് എപ്പോഴും ചോദിക്കും. ബൈ വാല്യൂ കോപ്പിയാണ് അയക്കുക, ബൈ റഫിൽ അഡ്രസ്സാണ് അയക്കുക. ബൈ വാല്യൂ എന്ത് ചേഞ്ചസ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാറ്റിയാൽ അതിൻ്റെ ഒറിജിനൽ വാല്യൂനെ ബാധിക്കില്ല. എൻ്റെ കയ്യിലെ ഫോമിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് തന്നിട്ട് അതിൽ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും എൻ്റെ ഒറിജിനൽ ഇതിനെ ബാധിക്കില്ല. ഇതാണ് ബൈ വാല്യൂ ബൈ റഫ് ആയിട്ടുള്ള ഡിഫറൻസ്. ഇതെല്ലാം പഠിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് ഇതിങ്ങനെ വരും. നമ്മളിപ്പം സ്റ്റാറ്റസ് പി ആയപ്പോൾ അതിൻ്റെ ബേസിക് പേ, ടോട്ടൽ സാലറി, ഇങ്ങനെ ഔട്ട്പുട്ട് വരുന്നു. അത് നമ്മൾ ടെമ്പററി ആകുമ്പോൾ അതിൻ്റെ ബേസിക് പേ മാത്രം. ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്ട്രക്ചർ എന്നുള്ള പ്രോഗ്രാം എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിൽ എഴുതുക. പിന്നെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.